Today's topic is reflection and transmission at normal incidence. What happens when an electromagnetic wave crosses a boundary? When electromagnetic wave enters from one medium to another medium. For example, electromagnetic wave or light enters from air to glass or glass to air. Boundary means the interface of two medium, air and glass, or water or air, or whatever it is. Okay, we have already seen the boundary conditions, how tangential and normal components of electric and magnetic fields behaves when it crosses from one medium to another medium. So here we consider the electromagnetic wave, both electric and magnetic fields. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ്സിൽ കൂടെ പാസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒരു ഗ്ലാസ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പാസ് ചെയ്യുമ്പോൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ വിൻഡോ ഒരു ഗ്ലാസ് വിൻഡോയിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് പെർസെൻറ്റേജ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും, കുറച്ചേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, നിങ്ങളുടെ റൂമിനകത്തെയും പുറത്തെയും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, എത്ര അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പാരാമീറ്റേഴ്സ് ഓഫ് ദീസ് ടു മീഡിയം. ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു ഷോൺ ഹിയർ. അപ്പോൾ ജനറലി നമ്മുടെ ഡിസ്കഷൻ ഒരു പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഫൈനലി നമ്മളിത് ഒപ്റ്റിക്സുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഈ യൂണിറ്റിൻ്റെ അവസാനത്തെ പോർഷനാണ് ഫൈനലി ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ആ യൂണിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഒപ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ഒപ്റ്റിക്സിൽ നമ്മൾ പറയുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഒരു പാരാമീറ്ററാണ്. ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടു മീഡിയം വി ക്യാൻ സേ ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഇൻസിഡൻറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിൽ റിഫ്ലക്റ്റ് ഓർ ട്രാൻസ്മിറ്റ്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൗണ്ടറി കണ്ടീഷൻസ്, ആ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ തിയറി എന്തായിരുന്നു? ബൗണ്ടറി കണ്ടീഷൻസ് ആയിരുന്നു. ബൗണ്ടറി കണ്ടീഷൻസ് എവിടെ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? ബൗണ്ടറി കണ്ടീഷൻസ് ആർ ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇറ്റ് സെൽഫ്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ തന്നെയാണ് ഇത് ഗവേൺ ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ് ആണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, സോ ദി ഡെറിവേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റുകളെല്ലാം ഈ ഒരു ഫിഗറിലുണ്ട്. ഈ ഫിഗർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ the key to understand this topic is to this figure. So understand this figure well. So these are the axes: z-axis, x-axis and y-axis, and we are taking the xy plane, this shaded plane, xy plane as the boundary between two medium 1 and medium 2. If you want, you can consider medium 1 as air and medium 2 as glass. So the interface is xy plane and the boundary is at z equal to 0. Z ആക്സിസിൻ്റെ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ബൗണ്ടറി വരുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. Now a plane wave of frequency omega traveling in positive z direction. Incident plane wave is in this direction. It is traveling in positive, this is z direction, so it is propagating in positive z direction with the x-polarized plane wave. X-polarized means polarization is defined by defining the direction of electric field. So x-polarized means electric field is in x direction. So according to Poynting's theorem or Poynting's vector, the concept of Poynting vector tells us that magnetic field should be in y direction. So this is incident magnetic field. So okay, we have electromagnetic waves are transverse in nature. Both electric and magnetic fields are mutually perpendicular. So if it is propagating in z direction and if it is x-polarized, magnetic field should be in y direction. So these are the ഡീറ്റെയിൽസ് ഓഫ് ഇൻസിഡൻറ്റ് വേവ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണ്. ഈ ബൗണ്ടറിയിൽ വന്ന് അത് കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യാണ്, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. Okay, at the boundary, when it is partially reflected and partially transmitted,
ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഈ ഗ്രീൻ കാണിക്കുന്നത് മീഡിയം 2-ൽ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് പാരാമീറ്റേഴ്സിനെ അതിൻ്റെ വെലോസിറ്റി V2 ഡിനോട്ട് ചെയ്യുന്നു. ട്രാൻസ്മിറ്റഡ് ET, ട്രാൻസ്മിറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് ET, ട്രാൻസ്മിറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് BT. ദെൻ അതിൻ്റെ ഒരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്ത് സെയിം മീഡിയത്തിൽ തന്നെയാണ് വരുന്നത്. സോ ദീസ് ആർ റിഫ്ലക്റ്റഡ് ഫീൽഡ്സ് ER ആൻഡ് BR. ദെൻ അത് മീഡിയം 1-ലാണ് അത്. സോ V1 വെലോസിറ്റിയിൽ തന്നെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണ്. So this V1 is the velocity of electromagnetic field in medium 1. Now K1, V1 are the parameters of medium 1. K1 എന്ന് വെച്ചാൽ വേവ് നമ്പർ, ഈ ഇതിലെ വേവ് നമ്പർ, മീഡിയം 1-ലെ വേവ് നമ്പർ. K2, V2 are the parameters of medium 2. അപ്പോൾ ഇത്രയാണ് ഈ ഫിഗറിൽ വരുന്നത്. ഇനി ജസ്റ്റ് നമ്മളതിൻ്റെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പോകുന്നത്. Now the incident fields are given by EI, plane wave ആണ്. It is propagating in Z direction, so it's a function of Z and T only. So EI, incident field. So this we know phasor notation. Phasor ആയിട്ടാണ് നമ്മൾ, അതായത് നമ്മൾ ഇതിൻ്റെ E raised to delta എന്നുള്ള ആ ടേമിനും കൂടെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ phasor ആയിട്ട് എഴുതിയിരിക്കുന്നത്. So EI, incident field is equal to E0I, the constant amplitude. Plane wave propagating in Z direction can be expressed as E raised to I KZ minus omega t. ഇവിടെ K എന്ന് പറഞ്ഞാൽ മീഡിയം 1-ൻ്റെ പ്രോപ്പർട്ടിയാണ്. മീഡിയം 1-ലാണ് ഇൻസിഡൻറ്റ് റേ വരുന്നത്. സോ K1 മൈനസ് ഒമേഗ ടി. ഈ ഡയറക്ഷൻ എന്താണ്? എക്സ് പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഡയറക്ഷനാണ്. സോ I cap. Then magnetic field, incident magnetic field, it's also plane polarized, so it's a function of Z only. B0I e raised to I K1 Z minus omega t. Direction Y direction ആണ്. So J. Now we have for plane wave, magnetic field is related with electric field as E by C എന്നാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നത്. C വാക്വത്തിൽ ഉള്ളതിൻ്റെ വെലോസിറ്റിയാണ്. ഒരു മീഡിയത്തിൽ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V ആണ്. സോ ജനറലി നമ്മളൊരു മീഡിയത്തിലാണെങ്കിൽ B is equal to E by V എന്ന് എഴുതും. വാക്വത്തിലാണെങ്കിൽ ഇവിടെ C എന്ന് എഴുതും. ഓക്കെ, സോ B0I can be written as E0I by V. ഇവിടുത്തെ V എത്രയാണ്? മീഡിയം 1-ൻ്റെ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് V1. സോ V1. സോ ദിസ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആർ I. Now നമ്മൾ കണ്ടായിരുന്നു ഇത് പാർട്ട്ലി റിഫ്ലക്റ്റ് ചെയ്യാണ്, പാർട്ട്ലി ട്രാൻസ്മിറ്റ് ചെയ്യാണ്. സോ വി ക്യാൻ എക്സ്പ്രസ് ദി ട്രാൻസ്മിറ്റഡ് വേവ്സ്, റിഫ്ലക്റ്റഡ് വേവ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സബ്സ്ക്രിപ്റ്റ് R. സോ EIR ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷനിൽ തന്നെയാണ്, അതിന് മാറ്റൊന്നും വരുന്നില്ല, എക്സ് ഡയറക്ഷനിൽ തന്നെയാണ്. E raised to minus K1Z minus omega t. ഇത് മീഡിയം 1-ൽ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. സോ K1. പിന്നെ ഒരു ചേഞ്ച് മാത്രം വരും. എന്താണ്? ദിസ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ മൈനസ് Z ഡയറക്ഷൻ. ലെഫ്റ്റിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, മൈനസ് Z ഡയറക്ഷൻ. സോ ഇവിടെ വന്ന K1Z പകരം മൈനസ് K1Z എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ദി ഓൺലി ചേഞ്ച്. K1Z I cap. Then magnetic field will flip its direction. 180 degree അതിൻ്റെ ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു E0 BR is equal to Z, T. ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. B0R, ഇവിടെ B0I-നെ നമ്മൾ E0I by V1 എന്ന് എഴുതിയ പോലെ തന്നെ B0R can be written as this is in terms of electric field E0R divided by the medium 1-ലായതുകൊണ്ട് V1 തന്നെ E raised to I minus K1Z. Why? It is propagating in minus Z direction or towards left, minus omega t. ഇനി ഡയറക്ഷൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാണ്, മൈനസ് J. ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഈ മൈനസ് J വന്നത്? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വരച്ചത്? ഇലക്ട്രിക് ഫീൽഡിന് ചേഞ്ച് ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഫ്ലിപ്പ് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിനുള്ള എക്സ്പ്ലനേഷനാണ്. ഇതിന് എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു, മൈനസ് സൈൻ വരുന്നത്, K1 മൈനസ് സൈൻ വരുന്നത്, ദ വേവ് ഈസ് ട്രാവലിംഗ് ബാക്ക് ഇൻ മൈനസ് Z ഡയറക്ഷൻ. So B of R is in minus J direction, minus Y direction. That is required by Poynting's vector. Poynting's vector എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ്റെ അതേ ഡയറക്ഷനായിരിക്കണം. കാരണം പോയിൻറ്റിംഗ് സ്പെക്ടർ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പാരാമീറ്ററാണ്. ഇപ്പോൾ എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ പോയിൻറ്റിംഗ് സ്പെക്ടറിൻ്റെ ഡയറക്ഷനും എന്ത് വേണം? ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കണം ഇതിൻ്റെ പോയിൻറ്റിംഗ് സ്പെക്ടർ. അപ്പോൾ പോയിൻറ്റിംഗ് സ്പെക്ടർ ഈ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ചെയ്തേ പറ്റൂ. കാരണം പോയിൻറ്റിംഗ് സ്പെക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് E cross B. ഇവിടെ E cross B എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. റൈറ്റ് ഹാൻഡ് ത്രെഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, അപ്പോൾ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. പക്ഷേ ഇവിടെ എസ് ഈ ഡയറക്ഷനിൽ വരണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ വേവ് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും, എനർജി ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കിട്ടുന്നത്. ദാറ്റ് കനോട്ട് ബി പോസിബിൾ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ വേണം എനർജി അല്ലെങ്കിൽ എനർജി ട്രാൻസ്പോർട്ടേഷൻ നടക്കാനായിട്ട്.
So the flip of direction of magnetic field is demanded by the definition of Poynting vector. S is E cross B. So magnetic field should flip its direction. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഇതിൽ ഓർക്കേണ്ടതുള്ളൂ. ഇതുമായിട്ട് വരുന്ന ഡിഫറൻസ് രണ്ട് കാര്യമാണ്. ഒന്ന് മൈനസ് ഇസഡ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ -K1Z. രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഫ്ലിപ്പ് വരുന്നു ജെ. പിന്നെ ഇവിടെ വരുന്ന പാരാമീറ്റേഴ്സ് K1 ആൻഡ് V1 ആണ്. കാരണം ഇവർ രണ്ടുപേരും മീഡിയം 1-ലാണ്. Now let us write the expressions for transmitted wave. Transmitted fields. So ET, that is denoted by the subscript ET. ET is at T is equal to E0T e raised to I, propagating in positive Z direction, but the parameter is V2 and K2. So K2 is at minus omega T. Direction of electric field is same, I. Then BT is equal to V0T. V0T can be written as E0T divided by V2. V2 medium 2 ആയതുകൊണ്ടാണ് അതിൻ്റെ വെലോസിറ്റി V2 എന്ന് എഴുതി. E raised to I K2 Z minus omega T. Direction J. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്, ഇൻസിഡൻറ്റ് ഡയറക്ഷനിൽ തന്നെയാണ്. ഇൻസിഡൻറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. സോ ഡയറക്ഷൻ ജെ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ തന്നെയാണ്, ജെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് V2 K2 പാരാമീറ്റേഴ്സ് ഓഫ് ദി മീഡിയം 2. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഈ 3 എക്സ്പ്രഷൻ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടില്ല. ഇൻസിഡൻറ്റ് ഫീൽഡ്, റിഫ്ലക്റ്റഡ് ഫീൽഡ്, ട്രാൻസ്മിറ്റഡ് ഫീൽഡ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻ. എത്ര പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ബൗണ്ടറി കണ്ടീഷനാണ്. വി ഹാവ് ദി ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് ടു ലീനിയർ ഡയലക്ട്രിക് മീഡിയ. We are considering a linear dielectric media. Dielectric media means there is no charge density or current density at the interface, just like air and glass. Glass നമുക്കറിയാം ഫ്രീ ചാർജോ കറണ്ട് ഡെൻസിറ്റി ഉണ്ടാകുന്നില്ല, ഡയലക്ട്രിക് മീഡിയ ആണ്. സോ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു KF ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റിക്കോൾ ദി ബൗണ്ടറി കണ്ടീഷൻസ്. ദാറ്റ് ഈസ് നോർമൽ കമ്പോണൻറ്റ് ഓഫ് D is continuous. Normal component of D is continuous if rho f is equal to Kf is equal to everything is continuous. Discontinuity വരുന്നത് ഈ സർഫസ് ചാർജോ കറണ്ട് ഡെൻസിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇത് എല്ലാ പാരാമീറ്റേഴ്സും കണ്ടിന്യൂസ് ആണ്. ഈ ചാർജ് ഡെൻസിറ്റി ഇല്ലെങ്കിൽ ആ കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ എവറിത്തിങ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നോർമൽ കമ്പോണൻറ്റ് ഓഫ് D ഈസ് എപ്സിലോൺ E1 മീഡിയം 1-ൽ. അത് തന്നെയായിരിക്കും മീഡിയം 2-ൽ. സോ മീഡിയം 2-ൻ്റെ പാരാമീറ്റർ എപ്സിലോൺ 2 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എപ്സിലോൺ 1 μ1. ഇതാണ് ഇതിൻ്റെ മീഡിയം 1-ൻ്റെ പാരാമീറ്റേഴ്സ്. ഹിയർ എപ്സിലോൺ 2 μ2 ആർ ദി പാരാമീറ്റേഴ്സ് ഓഫ് മീഡിയം 2. ഓക്കെ, സോ എവറിത്തിങ് ഈസ് കണ്ടിന്യൂസ്. നൗ അറ്റ് ദ ഇൻ്റർഫേസ് എന്താണ് ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത്? ഇതെല്ലാം കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. കണ്ടിന്യൂസ് മീൻസ് whatever the total electric field on left should be the same as the total electric field on right. അല്ലെങ്കിൽ ഈ ഇൻ്റർഫേസിൽ വരുമ്പോൾ ലെഫ്റ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് എന്താണോ അത് തന്നെയായിരിക്കണം റൈറ്റിലും എന്നാണ് പറയുന്നത്. എല്ലാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റിൽ എത്രയാണോ വരുന്നത് അത് തന്നെയായിരിക്കും റൈറ്റിൽ. പക്ഷേ ലെഫ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഫീൽഡ് വരുന്നുണ്ട്. ഇൻസിഡൻറ്റ് ഫീൽഡും വരുന്നുണ്ട്, റിഫ്ലക്റ്റഡ് ഫീൽഡും വരുന്നുണ്ട്. റൈറ്റിൽ ട്രാൻസ്മിറ്റഡ് ഫീൽഡാണ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ലെഫ്റ്റ് മീൻസ് ദി സം ഓഫ് ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് reflected electric field. Sum of incident magnetic field plus sum of reflected magnetic field, that is on the left. That should be equal to whatever field electric and magnetic field on right. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. So at the boundary means Z equal to 0. We have taken Z is equal to 0 as the boundary of two interface. So at the boundary or at Z is equal to 0, this is the requirement. This boundary condition means incident plus reflected electric field should be equal to transmitted. Incident plus reflected magnetic field is equal to transmitted magnetic field. Now we assume that E and B are parallel to the interface. അല്ലേ, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈ ഡയറക്ഷനിൽ വരുന്നു, ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനുമാണ്. അതല്ലെങ്കിൽ ഈ XY പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഇലക്ട്രിക് ഫീൽഡ് എൻ്റെ 4 ഫിംഗറാണ്, മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളെ പോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ ഇൻ്റർഫേസിന് പാരലലാണ്. അതായത് അതിന് നോർമൽ കമ്പോണൻസ് ഒന്നുമില്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഈ നോർമൽ കമ്പോണൻറ്റ് വരുന്ന ഈ ബൗണ്ടറി കണ്ടീഷൻസ് that are trivial,
നോർമൽ കമ്പോണൻറ്റ് തന്നെ ഇല്ല, നോർമൽ കമ്പോണൻറ്റ് 0 ആണ്. സോ ദി നോർമൽ കമ്പോണൻറ്റ് ഓൺ ലെഫ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു നോർമൽ കമ്പോണൻറ്റ് ഓൺ റൈറ്റ് സൈഡ്. സോ ലെഫ്റ്റിൽ 0 ആണ്, റൈറ്റിൽ 0 ആണ്. സോ ദാറ്റ് ഈസ് ട്രിവിയൽ. അതിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇക്വേഷൻ 1 and 3 നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ സിൻസ് ഇ ആൻഡ് ബി ആർ പാരലൽ ടു ദി സർഫസ് XY പ്ലെയിൻ, XY പ്ലെയിന് പാരലൽ ആയിട്ടാണ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ദെയർ ഈസ് നോ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഫോർ ദാറ്റ്. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ടു ദി ഇൻ്റർഫേസ്, ഇൻ്റർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. സോ ദെയർ ഈസ് നോ നോർമൽ കമ്പോണൻസ്. സോ ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻസ് 1 and 3 ആർ ട്രിവിയൽ. അപ്പോൾ അതിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ 2 ടാൻജൻഷ്യൽ കമ്പോണൻസിൻ്റെ 2 ബൗണ്ടറി കണ്ടീഷൻസാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. So that I will discuss in the next class.